അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ നീറ്റ് എക്സാമിനേഷനോ അതല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് +2 മാർക്കിന്റെ ബേസിസിൽ പ്രവേശനം നേടിയിട്ട് ഒരു ആഗോളതലത്തിൽ നമുക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന 2 പെയർ ഓഫ് കോഴ്സസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. MIT ആൻഡ് MLT, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഈ 2 കോഴ്സസ് എന്ന് പറയുന്നത് ഇവരാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി വിത്തൗട്ട് ദം ഡോക്ടേഴ്സ് പോലും കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഇവരാണ് എന്ത് ചെയ്യുന്നത്, എന്ത് രോഗം ആണ് എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡോക്ടേഴ്സിന് തെളിവുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ MIT-ക്കാരും MLT-ക്കാരുമാണ്. ഇതും എന്താണ്, ഒരു മെഡിക്കൽ ഫീൽഡിലെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള 2 പ്രൊഫഷനുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ MLT MIT വരുന്നത്. ഓക്കെ, ഈ MLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂകൾ, അതുപോലെ തന്നെ ബ്ലഡ്, നമ്മുടെ സെൽസ്, ഇതെല്ലാം അനലൈസ് ചെയ്ത് എന്ത് രോഗമാണുള്ളത്, ഈ രോഗത്തിൻ്റെ ഏത് സ്റ്റേജിലാണുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നതാണ് MLT എന്ന് പറയുന്നത്. അപ്പോൾ വെരി എഫേർട്ട് ആയിട്ടുള്ള ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് MLT എന്ന് പറയുന്നത്. അതുപോലെ MIT എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? MIT-യിലേക്ക് വരുമ്പോൾ ഹാർട്ട്, കിഡ്നി പോലത്തെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലത്തിനെ കണ്ടെത്തുക എന്നുള്ളത് നേരിട്ട് എന്തായാലും കഴിയില്ല. അതിന് അതിൻ്റെതായ MRI സ്കാനിങ്, അതുപോലത്തെ മിഷനറികൾ ഉപയോഗിക്കാൻ പഠിച്ച് ആ മിഷനറികളുടെ സഹായത്താൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ കണ്ടെത്തുന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത്, MIT എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആധുനികമായിട്ടുള്ള പല മെഷീനറീസുകളും ഇത് ഉപയോഗിക്കേണ്ടി വരും അല്ലേ? ഓഫ് കോഴ്സ്. ഇപ്പോൾ ചില മെഷീനറികളൊക്കെ AI ഇൻബിൽഡ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. MRI സ്കാനിങ്ങിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ അതിനേക്കാളും കൂടുതൽ സാധ്യത വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പേഷ്യൻസിന്റെ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ നമ്മളൊരു ഫ്രാക്ചർ വന്നിട്ട് ഒരു കൈയുടെ എക്സ്റേ എടുക്കുകയാണെങ്കിൽ എക്സ്റേ തന്നെ കൈ പല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടായിരിക്കും സാധാരണ നമ്മൾ എക്സ്റേ എടുക്കുക. അപ്പോൾ പൊസിഷനിങ്ങും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു, MIT-യും പറഞ്ഞു MLT-യും പറഞ്ഞു. ഓരോ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ഏത് കോഴ്സ് ചൂസ് ചെയ്യാമെന്നുള്ള എങ്ങനെ നമ്മൾ തീരുമാനിക്കും, അതുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ഒരു MLT ചൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു MLT ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കണം, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിലൂടെയുള്ള ഉപയോഗങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് MLT ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു MIT ചൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, ഫിസിക്സ്, കമ്പ്യൂട്ടർ, സാങ്കേതിക വിദ്യകളൊക്കെ, അതുപോലെ തന്നെ ആധുനിക മെഷീനറികളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആയിരിക്കണം. അവർക്ക് ടെക്നോളജികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ത്വരയുള്ള ആളുകൾക്കൊക്കെ ഈ MIT ചൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ MLT വരുന്നത് മൈക്രോബയോളജി, അതുപോലെ തന്നെ കെമിസ്ട്രി ഒക്കെയാണ് കൂടുതൽ പഠിക്കാനുണ്ടാവുക. MLT-യിലേക്ക് വരുമ്പോൾ ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മെഷീനറിയുടെ മെക്കാനിസവും ഒക്കെ ബേസ്ഡ് ആയിട്ടായിരിക്കും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുക അല്ലേ? അതെ അതെ. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു വാലറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, പിന്നെ MLT-ക്കാർക്ക്, ലാബ് ടെക്നീഷ്യന്മാർക്ക് പൊതുവെ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ഷന് പൊതുവെ കുറവായിരിക്കും. പൊതുവെ പിന്നെ സാമ്പിളുകൾ കളക്ട് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കുക എന്നുള്ളതായിരിക്കും കൂടുതലും വർക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് പേഷ്യൻസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷന് താല്പര്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സ്കില്ലുള്ള ആളുകൾ, അങ്ങനത്തെ ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകളൊക്കെ MIT ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷനായിട്ട് വരിക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ MIT-നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പല ആളുകളുടെ ഇടയിലും നമ്മൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന സമയത്തൊക്കെ MIT-യെ കുറിച്ച് കുട്ടികൾ ആശങ്കപ്പെടുക എന്താ വെച്ചാൽ, റേഡിയേഷൻസ്, വികിരണങ്ങൾ നമ്മുടെ ബോഡിയിലേക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുക എന്നുള്ളത് 100% അത് അസ്ഥാനത്തായിട്ടുള്ള ഡൗട്ട്സ് ആണ്. കാരണം എന്താ വെച്ചാൽ നോർമലി അവർക്ക് അതിൻ്റെതായ കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, വിവിധ കൂട്ടും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ്, എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോബിലേക്ക് ഇറങ്ങുന്നത്. അതെ അതെ. ബട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല ഒരിക്കലും. ചെറിയ പെർസെൻറ്റേജ്, ഒരു 1-2-3% ഒക്കെ നമുക്കൊരു സാധ്യത നമുക്ക് കൽപ്പിക്കാം. എന്നിരുന്നാലും ഇപ്പോഴൊക്കെ നമ്മൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് സെക്യൂരിറ്റി പ്രോട്ടോകോളുകളൊക്കെ നമ്മൾ പിന്തുടർന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതൊക്കെ മെഡിക്കൽ അസോസിയേഷനും കാര്യങ്ങളൊക്കെ അതിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ്. അപ്പോൾ അതൊക്കെ അവർ കൃത്യമായിട്ട് നോക്കിയിട്ട് മോണിറ്റർ ചെയ്തിട്ട് തന്നെ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഡൗട്ട് കാരണം നമ്മൾ ആ പ്രൊഫഷൻ എടുക്കാതിരിക്കേണ്ട ഒരാവശ്യം ഇല്ല എന്നുള്ളതാണ്. ഈ 2 കോഴ്സുകളുടെയും ഇപ്പോൾ MLT ആയിക്കോട്ടെ MIT ആയിക്കോട്ടെ, ഇത് രണ്ടിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത് നമുക്ക് ഏകദേശം 4 വർഷം തന്നെയാണ് വരുന്നത്. പിന്നെ 6 മാസത്തെ നമ്മുടെ ട്രെയിനിങ്ങും പ്രാക്ടിക്കലും വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട്
കൂടുതലായിട്ട് ബയോളജി എന്നുള്ളതിനല്ല ഫോക്കസ് ചെയ്യുന്നത്, കെമിസ്ട്രി ഫിസിക്സിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 50% മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, LBS ത്രൂ ഒക്കെ അപേക്ഷിക്കാം. ഇപ്പോൾ സീറ്റ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ മിനിമം ഒരു 80% മാർക്ക് കാര്യങ്ങൾ നിർബന്ധമാണ്. LBS ത്രൂ തന്നെയാണ് ഇതിൻ്റെയും എന്ത് ചെയ്യുന്നത് പ്രോസസ്സ്, അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് മാത്രമല്ല ഓൺ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാമ്പസുകൾ നോക്കി ചൂസ് ചെയ്യാണ്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം തിയറിയേക്കാളും പ്രാക്ടിക്കൽ കാര്യങ്ങൾക്കാണ് ഇതിലൊക്കെ എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ.